പ്രിയ സഖാക്കളെ, MSFന് വർഗീയ ചാപ്പ കുത്താൻ വേണ്ടിയിട്ട് SFI കാവിയുടുപ്പണിയുന്നു. ഇതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് യൂണിവേഴ്സിറ്റി ഇലക്ഷനും അതുപോലെ തന്നെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SFI പ്രതീക്ഷിച്ച വിജയം ലഭിച്ചതുമില്ല. MSF ആണെങ്കിലും MSF, KSU, UDYSF ഈ ഒരു സഖ്യം ഇവർ നല്ല വിജയം നേടിയതും നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാജയത്തിൻ്റെ ആ ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് SFI വളരെ വ്യക്തമായിട്ട് MSFന് മേലിൽ വർഗീയത ആരോപിക്കുകയാണ്, വർഗീയ പ്രസ്ഥാനമാണെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് SFI ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ SFIൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഒരു വർഗീയതയിലേക്ക് SFI മാറുകയാണ്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് SFI മാറുകയാണ്. CPMും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സംഭവങ്ങൾ തന്നെയാണ്. അതിലേക്കൊന്നും നമ്മൾ ദീർഘമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം കൈരളി ന്യൂസിൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അതായത് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. സഞ്ജീവ് PS, SFI സംസ്ഥാന സെക്രട്ടറി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നീ ഒന്നാം നമ്പർ വർഗീയവാദി, അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. സ്വത്വബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന SDPI നേതാക്കന്മാരുടെ നിരോധിച്ച CFIയുടെ ബാക്കിപത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങൾ ഇത് എവിടെയും പറയും. ഞങ്ങൾക്കിത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ? എന്നെ പഠിപ്പിക്കാൻ നീ ആര്? അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സഞ്ജീവിൻ്റെ ഡയലോഗ്. അപ്പോൾ പോസ്റ്ററിൽ പറഞ്ഞ കാര്യം, കൈരളിയിൽ പറഞ്ഞ കാര്യം തെറ്റൊന്നുമല്ല. അയാൾ കൈരളിയിൽ പറഞ്ഞ അതുപോലെ തന്നെ അയാൾ പ്രസംഗിച്ചിട്ടുമുണ്ട്. പ്രസംഗിച്ച കാര്യം PK നവാസ് എന്ന MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വർഗീയവാദിയാണ്. MSF എന്ന സംഘടന ഒരു വർഗീയ സംഘടനയാണ്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം തോൽവി അത്രമാത്രം ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കാണ് SFI. അപ്പം ഇങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കണം. PK നവാസ് വർഗീയവാദിയാണ്, MSF വർഗീയ സംഘടനയാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPI ഇവരെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ MSFൻ്റെ കൂടെ നിന്നിട്ട് ഒരു വർഗീയത ഉണ്ട് ഇവരുടെ ഇടയിൽ എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടിവരയിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഇങ്ങനെ ഈ അടിവരയിട്ട് സഖാവ് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു അർത്ഥം വേണ്ടേ? MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വർഗീയവാദിയാണ്, അതിനെന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും വർഗീയത ഈ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK നവാസ് പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ MSF എന്ന സംഘടന അതൊരു വർഗീയ സംഘടനയാണെങ്കിൽ അവർ വർഗീയം പറഞ്ഞിട്ടാണോ ഈ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നത്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയണ്ടേ? വെറുതെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു പറയലല്ലോ. പിന്നെ SDPൻ്റെ നായനെ വെട്ടിപ്പടിച്ച കഥകളൊക്കെ അതൊക്കെ ഇവർ തന്നെ പിന്നീട് അന്വേഷിച്ചിട്ട് ഇവരെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും തിരിച്ചും മറിച്ചും വീണ്ടും എന്ത് ചെയ്യാണ്, അതങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയാണ്. സംഗതി SDPI നായനെ വെട്ടിപ്പടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അത് നായകൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, അതിലൂടെ വരുന്ന വെട്ടും കുത്തും ചവിട്ടൊക്കെ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ഈ പോയത്തം പറയുന്ന ആൾ മനസ്സിലാക്കണ്ടേ? പക്ഷേ ഈ SDPI ആണെന്നുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പഴയകാല ചരിത്രത്തിൽ ഇതേ SFIൻ്റെ കൂടെ ഇവരെ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസ് ഫ്രണ്ടും അതുപോലെ തന്നെ SIOയും ഒക്കെ ഇവരെ വിദ്യാർത്ഥി സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ SDPIൻ്റെയും വിദ്യാർത്ഥി സംഘടനകളാണ്. SDPIൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട്. SIO ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ SFIയും ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പഴയ കാലത്ത്.
അപ്പം അന്നൊന്നും ഇവരൊന്നും വർഗീയവാദികളൊന്നുമല്ല ഇവർക്ക് SFIക്ക്. അന്ന് ഇവരെ കൂടെ കൂടിയപ്പം വർഗീയവാദികളല്ല. ഇനി നമുക്ക് അടുത്തത് കേൾക്കാം. ആവർത്തിച്ചു പറയുന്നു, ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പതിരായ തെറ്റായ രാഷ്ട്രീയമാണ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കൈകാര്യം ചെയ്യുന്നത്. ക്യാമ്പസിൽ ഒന്നും അറിയാത്ത കുട്ടികളോട് വർഗീയത പറയുക, ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളോട് വർഗീയത പറയുക. അതായത് പിന്നീട് ഈ സഞ്ജീവ് എന്ന് പറയുന്ന SFIന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ക്യാമ്പസിൽ ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളോട് വർഗീയത പറയുന്നുണ്ട് MSF എന്നാണ്. ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളാണോ ക്യാമ്പസിൽ പഠിക്കുന്നത്? ഈ SFI എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്? പിഞ്ചു കുട്ടികളാണോ? അപ്പോൾ ഇന്ന് ജനിച്ച കുട്ടികളാണോ ക്യാമ്പസിൽ പോയിട്ട് പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് ജനിച്ച ഒരു 6 മാസമോ 7 മാസമോ 10 മാസമോ ഒക്കെ ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ 1 വയസ്സോ 2 വയസ്സോ ആയിട്ടുള്ളതോ, ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളാണോ ക്യാമ്പസ് പഠിക്കുന്നത്? ഒന്നും അറിയാതിരിക്കാൻ ഇവരെന്താണ് ഈ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസമല്ലേ? ക്യാമ്പസിൽ പഠിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസമല്ലേ? അവർ പഠിക്കാൻ വരുന്നത് എന്താണ്? ആ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതൊക്കെ പഠിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അവർക്ക് പഠിക്കാൻ കഴിയൂലേ? അപ്പോൾ അത്രയും നല്ല വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ഈ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന ഈ വിദ്യാർത്ഥികളെ പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒന്നും അറിയാത്തവരെന്ന് പറഞ്ഞിട്ട് അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ SFIൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഇത്രമാത്രം അധപ്പതനം MSFന് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം അധപ്പതിച്ച വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ബാലസംഘത്തിൻ്റെ ഈ CPMൻ്റെ ഒരു ചെറിയൊരു സംഘടനയാണ് ബാലസംഘം, കുട്ടികൾക്കുള്ള ഒരു സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ബാലസംഘത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ആവാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളാണെന്ന് SFI എന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കേവലമായിട്ട് ഈ കാര്യങ്ങളെ, അതായത് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളെ വരെ പിഞ്ചു കുഞ്ഞുങ്ങളും ഒന്നും അറിയാത്തവരുമായി ആക്കി മാറ്റുന്ന ഈ ഒരു പോയത്തം പറയുന്ന പൊട്ടത്തരം പറയുന്നവരൊക്കെ ബാലസംഘത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി പോലും ആവാനുള്ള യോഗ്യത ഇവർക്കില്ല. അടുത്തതായിട്ട് നോക്കാം. MSFന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. SFI സംസ്ഥാന സെക്രട്ടറി P സഞ്ജീവ്. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് C ദാവൂദ്. ഇത് മീഡിയ വണ്ണിൻ്റെ പോസ്റ്ററാണ്. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് C ദാവൂദ് എന്നാണ് പറയുന്നത് P സഞ്ജീവ്. ആയിരിക്കാൻ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇടതുപക്ഷം ഹിന്ദുത്വ അജണ്ടയിലേക്ക് പോകുന്നത് നമ്മൾ കാണല്ലേ, ലൈവായിട്ട് കാണല്ലേ. അപ്പം ഏതൊരാളും അത് പറയും. അത് പറഞ്ഞത് C ദാവൂദ് ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്, അതിലേക്ക് ടാർഗറ്റ് ചെയ്യാണ്. കാരണം C ദാവൂദിനെ ഇവർ പണ്ടേ ഒന്ന് മാറ്റി നിർത്തി ആക്രമിക്കാൻ നോക്കിയതാണ്. മുൻപ് ഇവരെ കൂടെയായിരുന്നു ഈ ഒരു C ദാവൂദിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയൊക്കെ ആണെങ്കിലും ഇവരെ കൂടെയായിരുന്നു, CPMൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ചായ്വ് UDFനോട് ഇവർക്ക് തോന്നി തുടങ്ങിയപ്പം CPM അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ C ദാവൂദിനെ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും കഥകളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ പറഞ്ഞോട്ടെ, അത് അവരെ ഇഷ്ടമാണ്. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പ്രസ്താവന ഇറക്കിയതോടൊക്കെ, സഞ്ജീവ് ഈ പ്രസ്താവന ഇറക്കിയതോടൊക്കെ MSF വർഗീയ സംഘടനയാണ്, അതേപോലെ MSFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള PK നവാസ് വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കിയതോടൊക്കെ നമ്മളെ KP ശശികല ടീച്ചറിന് ആണ് ഇവരെ പറ്റി പറയുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ വ്യക്തി ശരിക്കും ചെയ്യുന്നത് വർഗീയത വിളമ്പുന്ന പ്രസംഗങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ടീച്ചർ എന്നുള്ള പദത്തിന് ഒരിക്കലും അവർ യോഗ്യയല്ല, ഒരിക്കലും യോഗ്യയല്ല അവർ. അതുകൊണ്ട് തന്നെ അവരൊരു ടീച്ചറായിട്ട് ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. KP ശശികല അത്രമാത്രം മതി. പക്ഷേ CPMൻ്റെ ആളുകൾ വിശകല എന്നും മറ്റുള്ള ആളുകളൊക്കെ വിശകല എന്നൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ഈ KP ശശികല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സഞ്ജീവേ എന്തു പറ്റി? സത്യം പറയാനുള്ള ധൈര്യമൊക്കെ വന്നല്ലോ. ഇതൊക്കെ തന്നെയല്ലേ സഞ്ജീവെ ഞങ്ങളും പറയുന്നത്. MSFനെതിരായ വർഗീയ ആരോപണത്തിൽ SFI സെക്രട്ടറിയെ പിന്തുണച്ച് KP ശശികല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതായത് MSFനെതിരെ SFI പറയുന്ന വർഗീയ ആരോപണം, ആ ആരോപണത്തിന് പിന്തുണയ്ക്കുകയാണ് ആര്? KP ശശികല. അപ്പോൾ ഈ C ദാവൂദ് പറഞ്ഞ ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇടതുപക്ഷം ഹിന്ദുത്വ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടൊക്കെ
ഹിന്ദുത്വ അജണ്ടയായിട്ട് പോകുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവായിട്ടുള്ള ശശികലയൊക്കെ ഇവരെ പിന്തുണയ്ക്കുകയാണ്. അത് പിന്തുണയ്ക്കുന്നതിന് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടതുപക്ഷം ഹിന്ദുത്വ അജണ്ടയിലേക്ക് പോവല്ലേ, അപ്പോൾ അവരങ്ങനെ പിന്തുണയ്ക്കും. അപ്പോൾ കെ പി ശശികല അങ്ങനെ പറയുന്നുണ്ട്. കെ പി ശശികലയെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അവരെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവരിട്ട ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, സഞ്ജീവെ എന്തു പറ്റി, സത്യം പറയാനുള്ള ധൈര്യമൊക്കെ വന്നല്ലോ, ഇതൊക്കെ തന്നെയല്ലേ സഞ്ജീവെ ഞങ്ങളും പറയുന്നത് എന്ന് അവരൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ശശികല ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട്. അതിൽ സഞ്ജീവ് പ്രസംഗിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ട്: പട്ടിയെ വെട്ടി നാട്ടിൽ അക്രമം നടത്തുന്ന STPI-കാരുടെയും പോപ്പിൾ ഫ്രണ്ടിൻ്റെയും ബാക്കി പത്രമാണ് MSF. PK നവാസ് 1-ാം നമ്പർ വർഗീയവാദി. KSUവിനെ പൂർണ്ണമായും MSF വിഴുങ്ങി. ജമാഅത്തെ ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും വേദിയൊരുക്കുന്നു. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് എന്ന് പറഞ്ഞിട്ട് സഞ്ജീവിൻ്റെ ഫോട്ടോ ഉള്ളൊരു സ്ക്രീൻഷോട്ടും ശശികല അവിടെ അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കണം പിന്തുണ എത്രമാത്രം ശക്തമാണ്. ഞങ്ങൾ മുൻപ് പറഞ്ഞത് ഇന്ന് SFI പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇടതുപക്ഷം എന്ത് ചെയ്യാണ്, ഇടത് ഹിന്ദുത്വ അജണ്ടയിലേക്ക് പോകുമ്പോൾ ഹിന്ദുത്വ അജണ്ട ഉള്ളവർ ഇടതുപക്ഷത്തോട് അടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. SFI നേതാവിനെ പിന്തുണച്ച വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ശശികലയുടെ പോസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സഞ്ജീവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സഞ്ജീവും അതേപോലെ തന്നെ SFIൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, MSF എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് MSFന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അത് മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSFന് പിന്നെ വിദ്യാർത്ഥികളെ കിട്ടൂല, അതിൻ്റെ സംഘാടനം ഒക്കെ പിഴച്ചു പോകും, അത് പിന്നെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോകും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവർ പറയുന്നത്. ഇവർ പണ്ടേതോ കാലത്ത് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പുതുക്കി പിന്നെ എടുത്തിട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ആ പറയുന്നൊരു കാര്യം മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, ഈ മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഇന്നലെ MSF ഇട്ട പേരല്ല. MSF രൂപീകരിച്ച കാലത്തെ അതിൻ്റെ പേര് മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ അഥവാ MSF എന്ന് തന്നെയായിരുന്നു. അന്ന് മുതലേ അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടാണ് കലാലയങ്ങളിൽ വന്നിട്ടുള്ളത്. ഹബീബിയൻ യുഗമൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ MSFനെ പറ്റി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും ഇപ്പം നവാസിയൻ കാലഘട്ടത്തിലാണ്. നവാസിയൻ കാലഘട്ടത്തിൽ ഈ ക്യാമ്പസുകളെ MSF പുൽകിക്കൊണ്ടിരിക്കുകയാണ്. MSFൻ്റെ ക്യാമ്പസുകൾ പുൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SFI എന്താണ്, മാറ്റപ്പെടുകയാണ്, ക്യാമ്പസുകളിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മകളും പല പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഇടിമുറികളൊക്കെ തന്നെയാണ് അവരെ പോരായ്മക്ക് കാരണം. പക്ഷെ അതിനെ കവർ ചെയ്യാൻ, അതിനെ മറച്ചു വെക്കാൻ, തോൽവിയുടെ ആ ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് MSFനെ വർഗീയ സംഘടനയാക്കി മാറ്റാണ്, നവാസിനെ വർഗീയവാദിയാക്കി മാറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ത്, MSF മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ലോകം ഇടിഞ്ഞ് വീഴും, അതേപോലെ MSF ഇല്ലാതാവും എന്നൊക്കെ വിചാരിക്കുന്ന സംഘീ മനസ്സുള്ള സഖാക്കളോടും SFIൻ്റെ പ്രവർത്തകരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, MSF മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ രൂപീകരിക്കുന്ന സമയത്ത് IUML എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ്. അതായത് മുസ്ലിം എന്നുള്ള ആ സ്വത്വം അതവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളോട് ഇനി പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, KMCC എന്ന് പറയുന്നുണ്ടല്ലോ, KMCC ഇന്ന് നമുക്ക് അറിയാം പ്രവാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സേവന സന്നദ്ധരായിട്ടുള്ളൊരു ടീമിനെ വാർത്തെടുത്തൊരു പ്രസ്ഥാനമാണ് KMCC. ഈ CPMനൊക്കെ കേളി പോലത്തെ സംഘടനകളുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു കേളിയുമില്ല. പക്ഷെ KMCC ഇന്ന് ലോകത്ത് ബ്രിട്ടനിലും ആസ്ട്രേലിയയിൽ വരെ KMCCൻ്റെ സംഘടന നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KMCC. ഈ KMCCൻ്റെ ഫുൾ ഫോം എന്താണ്? KMCC എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നാണ്. കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ, അവിടെയും മുസ്ലിം ഉണ്ട്, സ്വത്തമുണ്ട് അവിടെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമാണ് മുസ്ലിം യൂത്ത് ലീഗ്. IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം. MYL മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ് അതിൻ്റെ പേര്. ഇനി അവിടുന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മറ്റൊരു പോഷക സംഘടന ഉണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്. അതിൻ്റെ പേരെന്താണ്? ദളിത് ലീഗ് എന്നാണ്. എന്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ദളിത് ലീഗ്.
മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണ് ദളിത് ലീഗ്, UC രാമൻ്റെ നേതൃത്വത്തിലുള്ള ദളിത് ലീഗ്. അതായത് ഓരോരുത്തർക്കും അവരുടെ സ്വത്വബോധം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഒരു മുസ്ലിം എന്നുള്ള ഒരു പദം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ വർഗീയ സംഘടനയോ അല്ല. MSFൽ മുസ്ലിം എന്നുള്ളൊരു പദം ഉണ്ടെങ്കിൽ അതൊരു വർഗീയ സംഘടന അല്ല. മുസ്ലിം യൂത്ത് ലീഗിൽ മുസ്ലിം എന്നുള്ളൊരു പദം ഉണ്ടെങ്കിൽ അതൊരു വർഗീയ സംഘടന അല്ല. KMCC എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ മുസ്ലിം ഉണ്ടെങ്കിൽ അതും ഒരു വർഗീയ സംഘടനയല്ല. അവരൊക്കെ ചെയ്യുന്നത്, ഈ മുസ്ലിം ലീഗും MSFും യൂത്ത് ലീഗും അതുപോലെ തന്നെ KMCC ഒക്കെ ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ട് രൂപീകരിച്ച കാലം മുതലേ ഒരാളെയും തെറ്റിലേക്ക് കൊണ്ടുപോകാതെ നേരായ വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ KMCC. ആണെങ്കിൽ നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേ നിൽക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഘടനയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും അത് ലോകം വ്യാപിച്ചു കിടക്കുന്ന സേവന സന്നദ്ധതയുടെ പേരും കൂടിയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എവിടെ ഒരു മലയാളിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഈ ഒരു KMCC ഉണ്ടാവും, മുസ്ലിം ലീഗിൻ്റെ സംഘടനകൾ ഉണ്ടാവും. എവിടെ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗി ഉണ്ടെങ്കിൽ അവിടെ കാരുണ്യം എത്തിയിരിക്കും. എന്തെങ്കിലും ഒരു പ്രയാസമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തിയിരിക്കും. ഗവൺമെൻറ് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനത്തിനെ വർഗീയതയിൽ കൊണ്ടുപോയി കെട്ടാൻ SFIൻ്റെ നേതാക്കളോ CPMൻ്റെ നേതാക്കളോ ഇനി സംഘികളാണെങ്കിലോ ഇനി ആര് കൊണ്ടുപോയി കെട്ടിയാലും കേരളത്തിലെ ജനങ്ങളൊന്നും അതൊന്നും വിശ്വസിക്കൂല. കാരണം അവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സേവനം അനുഭവിച്ചവരും ആ ഒരു അനുഭവത്തിന് അവർ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നവരാണ്, ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറയുന്നവരാണ് അവർ. മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ തന്നെ അത്രമാത്രം ഉണ്ട്. DYFI ഒക്കെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലീഗിൻ്റെ ഓരോ മെഡിക്കൽ കോളേജുകളും കേന്ദ്രീകരിച്ചിട്ടും ലീഗ് നടത്തുന്ന CH സെൻ്ററുകളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിലൂടെ നടപ്പിലാക്കുന്നത്. സൗജന്യമായിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും മുസ്ലിം ലീഗ് എടുത്ത് പറയലില്ല എവിടെയും. അതൊക്കെ ഒരു സേവനം. ഓരോ റമദാൻ മാസത്തിലും ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ CH സെൻ്ററുകൾ നടത്താൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട്. പള്ളികളിലുണ്ട്, വീടുകളിലുണ്ട്, പല സ്ഥലങ്ങളിലും അങ്ങാടികളിലുണ്ട്. ഇതൊക്കെ ഫണ്ട് പിരിച്ചിട്ട് ഇതൊന്നും കൊണ്ടുപോയിട്ട് പുട്ടടിക്കല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യാണ്. അതുപോലെ ഓരോ പഞ്ചായത്തിലും പാലിയേറ്റീവ് കെയറുകൾ മുസ്ലിം ലീഗിൻ്റെതായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കോയത്തങ്ങൾ പാലിയേറ്റീവ് കെയറുകൾ. അതിനായിട്ട് ആംബുലൻസ് ഉണ്ട്. സാലറി ചെറിയതാണെങ്കിലും കൊടുത്തിട്ട് ജോലി എടുക്കുന്ന അതിലുള്ള സിസ്റ്റേഴ്സും നേഴ്സുമാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ എത്രമാത്രം വലുതാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ വർഗീയത പറയാൻ. ഇതൊന്നും ഒരു മതത്തിൻ്റെ പേരിലുള്ള ആളുകളെ നോക്കിയിട്ടോ ജാതിയുടെ പേരിലുള്ള ആളുകളെ നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല. നിങ്ങളൊരു CH സെൻ്ററിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് മരുന്നാണ് ആവശ്യമെങ്കിൽ നിങ്ങളെ ജാതി എന്താണ്, മതം എന്താണ്, രാഷ്ട്രീയം എന്താണെന്നൊന്നും നോക്കൂല. സൗജന്യമായിട്ടോ സൗജന്യ നിരക്കിലോ നിങ്ങൾക്കത് ചെയ്തു തരും. അതുപോലെ തന്നെ ഷിയാബ്ദങ്ങൾ ഡയാലിസിസ് സെൻ്ററുകൾ, അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളെ ജാതിയും മതവും നിങ്ങളെ ഒരു കാര്യം അന്വേഷിക്കില്ല. നിങ്ങൾക്ക് ആ സേവനം നൽകാൻ അവിടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഡയാലിസിസ്, കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന സെൻ്ററുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊക്കെ തടയിടാനും അതിനെ അത് വന്നിട്ട് ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് കണ്ടിട്ട് അതിനെ തടയിടാൻ ശ്രമിച്ച CPMൻ്റെ ആളുകളെ വരെ നമുക്കറിയാൻ പറ്റും. കൊണ്ടോട്ടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവിടേക്കുള്ള റോഡ് സൗകര്യവും വഴി സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നിടത്ത് അതിനെ എതിർത്തുകൊണ്ട് തടഞ്ഞു നിർത്തിയത് CPM ആണ്. അതൊക്കെ നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പറയാത്തതാണ് ലീഗുകാർ. പക്ഷേ ഇനി അങ്ങനെയല്ല, ഇനി പറയണം. ലീഗിനെതിരെ വർഗീയത ആരോപിക്കുമ്പോൾ ലീഗ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം സഖാക്കളെ. അല്ലാതെ നിങ്ങൾ വെറും വാക്കിൽ അങ്ങോട്ടേക്ക് വർഗീയവാദി, വർഗീയ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം എന്നൊരു പേരുണ്ടെന്ന് കരുതിയിട്ട് അത് മുസ്ലിം ഒരു വർഗീയ പ്രസ്ഥാനമല്ല, വർഗീയവാദികളല്ല അവർ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സാമൂഹിക സേവന രംഗത്ത് മികച്ച നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക ഘടകങ്ങളുമാണ്. അത് CPMഉം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് ഈ വർഗീയത ജയിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല. അതിനി ക്യാമ്പസിലാവട്ടെ, നിയമസഭകളിലേക്കാവട്ടെ, പാർലമെൻറ്റിലേക്കാവട്ടെ, നിങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിട്ടുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ട് നിങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അവസാനം
അത് ലീഗിൻ്റെ തലയിലേക്ക്, ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ തലയിലേക്ക് കുത്തിവെക്കാൻ നോക്കിയ സമയത്ത് അതിനെ എതിർത്ത് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, അത് അവസാനം ചെന്ന് എത്തിപ്പെട്ടത് ആരിലേക്കാണ്? ആ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരായിരുന്നു? CPM-ൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു അത് പ്രചരിപ്പിച്ചിരുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു അത് പ്രചരിപ്പിച്ചിരുന്നത്. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ള, ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ഒരു കള്ളത്തരം. അതുപോലെ എന്തൊക്കെ? അതുപോലെ വർഗീയത ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആരാണ്? നിങ്ങളാണ്. TP ചന്ദ്രശേഖരൻ എന്ന ഒരു സഖാവ് നിങ്ങളോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം വേറൊരു പാർട്ടി രൂപീകരിക്കുകയും അതിലൂടെ അദ്ദേഹം ഉയർന്നു വരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ 51 വെട്ടി കൊന്നത്. ആ കൊന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇന്നോവ കാറിൻ്റെ പുറകിൽ എഴുതി വെച്ചു മാഷാ അല്ലാ എന്ന ഒരു സ്റ്റിക്കർ. അതെന്തിനു വേണ്ടിയായിരുന്നു? കൊന്നത് CPM അല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. കൊന്നത് നിങ്ങളാണെങ്കിലും നിങ്ങളല്ല എന്നറിയിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു. അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വർഗീയത നിങ്ങളല്ല ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ SFIക്കാരാ, നിങ്ങൾ മുസ്ലിം എന്നൊരു പേരാണ് MSFൻ്റേതായിട്ട് നിങ്ങൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് എങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം, അത് DMK, തമിഴ്നാട്ടിൽ ഇന്ന് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് അവർ അതിന് പേര് കൊടുത്തത്. അതൊരു സ്വത്ത രാഷ്ട്രീയമാണ് അല്ലേ? അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട്. എന്നാൽ ഈ ഒരു പേരിൽ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ മുസ്ലിം എന്ന പേരുണ്ടായിട്ട് പോലും ഒരു തീവ്രവാദ വർഗീയ സ്വഭാവം മുസ്ലിം ലീഗ് ഒരിക്കലും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച NDF-നെ, പോപ്പുലർ ഫ്രണ്ടിനെ ശക്തമായിട്ടുള്ള രീതിയിൽ താക്കീത് ചെയ്യുകയും അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കന്മാർ MI തങ്ങളെപ്പോലെ, KM ഷാജിയെ പോലെ, MK മുനീറിനെ പോലെ ലീഗിൻ്റെ നേതാക്കന്മാർ നിരവധിയാണ്. അവർക്കെതിരെ പ്രസംഗിച്ചിട്ടുള്ളതും അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്. അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു തീവ്രവാദ സംഘടന ഉയർന്നു വരരുത്, അങ്ങനെ ഒരു സംഘടന ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് തന്നെയാണ് ആദ്യം നമ്മൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള തീവ്രവാദ സംഘടനകളെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം മറ്റ് തീവ്രവാദ വർഗീയ സ്വഭാവമുള്ള സംഘടനകളെ എതിരിൽ നമ്മൾ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് ലീഗിൻ്റെ നേതാക്കൾ ഞങ്ങളെ. അപ്പം ഞങ്ങൾ വർഗീയതക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു മുസ്ലിം എന്ന പേരാണ് പ്രശ്നം, അതുള്ളത് കൊണ്ട് അതൊരു വർഗീയ സംഘടനയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ BJP-യിൽ എവിടെയാണ് മുസ്ലിം എന്നുള്ള പേരോ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള പേരോ ക്രിസ്ത്യൻ എന്നുള്ള പേരോ വേറെ എന്തെങ്കിലും പാഴ്സിയോ അങ്ങനെ ജൈനനോ എന്തെങ്കിലും ഒരു പേരുണ്ടോ? നിങ്ങൾ പറയും BJP, ഭാരതീയ ജനതാ പാർട്ടി. ആ പേരിൽ ഒരിക്കലും എന്തില്ല, മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു മതത്തിൻ്റെയും പേരില്ല. പക്ഷെ അവരുടെ പ്രവർത്തനം എന്താണ്? നിങ്ങൾ പറയേ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ഹിന്ദുത്വ അജണ്ട ആയിട്ട് പോകുന്നത് BJP അല്ലേ? ഇനി അവരുടെ BJP-നെ പോറ്റുന്ന RSS രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. അതിൽ ഹിന്ദു ഉണ്ടോ, ക്രിസ്ത്യൻ ഉണ്ടോ, മുസ്ലിം ഉണ്ടോ, പാഴ്സി ഉണ്ടോ, ജൈനനുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക എന്ന് പറയുന്ന സംഘടന എന്താണ് ചെയ്യുന്നത്? ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം മുസ്ലിം എന്ന പേരുള്ള മുസ്ലിം ലീഗ് സാമൂഹ്യ സേവന രംഗത്ത്, ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു വർഗീയ സ്വഭാവമില്ല. എന്നാൽ ആ പേരില്ലാത്ത BJP-യെ പോലെ RSS-നെ പോലെയുള്ള സംഘടനകൾ എന്താ ചെയ്യുന്നത്? വർഗീയത അവർ പറയുന്നു, പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. പശുരാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. പശുവിൻ്റെ പേരിൽ എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞു പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള ആ ഒരു സ്പിരിറ്റ് വരുന്നത് ഇതുപോലുള്ള വർഗീയ ആരോപണങ്ങളൊക്കെ വരുമ്പം അതിനെ തടയാൻ വേണ്ടി മാത്രമല്ല. നമുക്കത് തടയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണെന്നുള്ളതും MSF എന്താണെന്നുള്ളതും KMCC എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ദളിത് ലീഗ് എന്താണെന്നുള്ളതും ശാബ്ദങ്ങൾ ഡയാലിസിസ് സെൻ്ററും CH സെൻ്ററും എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക്, എല്ലാ ജനങ്ങൾക്കും അറിയാം. ആബാലവൃദ്ധം ജനങ്ങൾക്ക്. അവിടെ ജാതി മതം ഒന്നുമില്ല, വർഗം വർണ്ണം ഒന്നുമില്ല. ഒന്നും നോക്കാതെ എല്ലാവർക്കും അറിയാം ഇതൊരു നല്ല സംഘടനയാണെന്നുള്ളത്. പിന്നെ പലർക്കും പല രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയം പറയുന്നു എന്നല്ലാതെ ലീഗിനെതിരിൽ ഒരിക്കലും CPM-ൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ പോലും വർഗീയത ആരോപിച്ചിട്ടില്ല ലീഗിൻ്റെ ഒരു സംഘടനയ്ക്ക് എതിരിലും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരാണ്, പോയത്തക്കാരാണ്. കാരണം വെച്ചാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി അവർ പറയുന്നതായിരിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ പശുരാഷ്ട്രീയം, ആ പശുരാഷ്ട്രീയത്തിൽ വളരെ ശക്തമായിട്ട്
ആ സമയത്ത് ഒരുപാട് ആളുകളെ ഉത്തരേന്ത്യയിലൊക്കെ കൊന്നിട്ട് പശുവിൻ്റെ പേരിൽ കൊല ചെയ്തിട്ട് ആ സമയത്ത് പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ഒരു നേതാവുണ്ട്, റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന് പറയുന്നത്. RSSനെതിരിലും BJPക്കെതിരിലൊക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും എതിർത്ത് നിൽക്കുകയും അവരെ രാഷ്ട്രപിതാവിനെ കൊന്നത് RSS ആണെന്ന് വരെ പറഞ്ഞിട്ട് അതിന് പ്രതിരോധിക്കാൻ BJPയും RSS ഒക്കെ ശ്രമിച്ച സമയത്തൊക്കെ അദ്ദേഹം വളരെ ശക്തമായിട്ട് അത് തന്നെയാണ്, ഞാൻ ഇനിയും അത് തന്നെ പറഞ്ഞൊരു നേതാവുണ്ട്, റിജിൽ ചന്ദ്രൻ മാക്കുറ്റി, കണ്ണൂരുകാരനാണ്. ഇതേ PS സഞ്ജീവിൻ്റെ SFIൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടുകാരനാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കല്ല, ഒരു ലൈവ് വീഡിയോ, അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. എന്നിട്ട് വേറൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. RSSൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരാൾ പറയുന്ന വീഡിയോ, അതും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി, കോൺഗ്രസിൻ്റെ നേതാവാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു വീഡിയോയുമായി വരാനുള്ള കാരണം SFIയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തിനകത്ത് ഏറ്റവും വൃത്തികെട്ട രൂപത്തിലുള്ള ജ്വൽപ്പനങ്ങൾ നടത്തി മുമ്പോട്ട് പോയൊരു ദിവസമാണ്. MSF എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെയും അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസിനും എതിരായി RSSകാരന്റെ ശശികലയുടെ ഭാഷയിൽ സംസാരിക്കുന്നതാണ് ഈ നാട് കണ്ടത്. യഥാർത്ഥത്തിൽ CPMന്റെ ലക്ഷ്യം അതാണ്. MSFനെതിരായി പറയുക, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുക, അത് മുഴുവൻ ഒരു ഇസ്ലാമോഫോബിയായി പടർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാൻ പറ്റുമോ എന്നുള്ള ഗവേഷണമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാൻ വേണ്ടിയിട്ട്, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടാൻ വേണ്ടിയിട്ട്, BJPന്റെ ഒക്കെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ന്യൂനപക്ഷങ്ങളെ വർഗീയവാദികളും ഭീകരവാദികളൊക്കെ ആയിട്ട് ചിത്രീകരിക്കുക. അത് CPM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മളെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചെയ്യുന്നതിന് പ്രോത്സാഹനം വാസവൻ മന്ത്രിയെ പോലുള്ള ആളുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ SFI ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കി കൂടെ കേൾക്കാം. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന. ആ SFI സംസ്ഥാന സെക്രട്ടറിയെ പിന്തുണച്ച് വന്നത് വിശകലയാണ്. അപ്പോൾ തീർച്ചയാണ് ഇതിന്റെ രാഷ്ട്രീയം ഈ നാട് തിരിച്ചറിയാണ്. അപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറിയെ അപ്പം വിശകല എന്ന് പറഞ്ഞത് നമ്മളെ ശശികല, KP ശശികലനെ പറ്റിയിട്ടാണ്. SFIൻ്റെ സംസ്ഥാന സെക്രട്ടറിൻ്റെ പ്രസ്താവനയെ പിന്തുണച്ചു വന്നത് വിശകലയാണ്. അപ്പം അതാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറയുന്നത്. ബാക്കി കേൾക്കാം. വിശ്വഹിന്ദു പരിഷത്തിന്റെയോ ബജറംഗ് ദളിന്റെയോ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിൽ MSF നടത്തിക്കൊണ്ടിരിക്കും. SFI സംസ്ഥാന സെക്രട്ടറിയെ ഇപ്പം ഏത് പ്രസ്ഥാനത്തിലാണ് അതിൻ്റെ ഭാരവാഹിയായിട്ടാണ് നിർത്തുന്നതെന്നാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറയുന്നത്. അത് പറയിപ്പിച്ചതാരാണ്? PS സഞ്ജീവ് തന്നെയാണ്. മറ്റൊരു സംഘടനയുടെ ഇല്ലാത്ത ആരോപണമാണ്, തെളിയിക്കാൻ പറ്റാത്ത ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. MSFനെതിരിൽ വർഗീയ സംഘടനയാണ്, വർഗീയവാദിയാണ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് PS സഞ്ജീവാണ്. ആ സഞ്ജീവനെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും ഒക്കെ സംസ്ഥാന നേതാവാക്കണം എന്നാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറയുന്നത്. ഇത് നിങ്ങൾ പറയിപ്പിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ട് നിങ്ങളിത് പറയിപ്പിച്ചു? വിദ്യാർത്ഥി മുന്നേറ്റം ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായി അതിശക്തമായി UDSF ഉൾപ്പെടെ ഒന്നിച്ചൊറ്റക്കെട്ടായി മുന്നോട്ട് പോയി SFIയുടെ കോട്ടകൾ തകർത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വർഗീയ വിധ്വംസക വിദ്വേഷ പ്രസംഗവുമായി SFIയുടെ സംസ്ഥാന സെക്രട്ടറി കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ പിണറായി അപ്പോൾ കോട്ടകൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു SFIൻ്റെ. അപ്പോൾ തകർക്കപ്പെടുന്ന സമയത്ത് ജാള്യത അത് മറച്ചു വെക്കണം, ഇതിനൊരു കാരണം ബോധ്യപ്പെടുത്തണം. അതിന് വർഗീയത ആരോപിക്കുകയാണെന്നാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു വെക്കുന്നത്. ബാക്കി കേൾക്കാം. ഒരു ഭാഗത്ത് പറയുമ്പോൾ പിണറായി വിജയൻ താമ്രപത്രം കൊടുത്ത് അതിനെ ന്യായീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്, ഒരു നടപടി എടുക്കുന്നില്ല. അതേ ഭാഷയാണ് ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മുസ്ലിം ലീഗിനെയും MSFനെയും ഇങ്ങനെ കരിവാരി തേച്ച് ഈ നാട്ടിനകത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് RSSകാർക്കും സംഘപരിവാറുകാർക്കും മുതലെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ പരിസരത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത് BJP ചെയ്ത് ഒന്നും തിരിയാത്ത അവസ്ഥയിലേക്ക് ഈ നാട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് MSFനെതിരായും സംസ്ഥാന അധ്യക്ഷനെതിരായും അങ്ങനെ കുരച്ചുകൊണ്ടിരുന്നാൽ അത് കേട്ടുനിൽക്കാൻ ഈ മതനിരപേക്ഷ സമൂഹം ഒരിക്കലും കാത്തു നിൽക്കില്ല. അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകും. അങ്ങനെ MSFനെ അങ്ങ് ഉമ്മാക്കി കാണിച്ച് അങ്ങ് ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ വർഗീയത പറഞ്ഞ് മൂലക്കിരുത്താമെന്നാണ് SFI സംസ്ഥാന നേതാവ് തീരുമാനിക്കുമെങ്കിൽ അത് RSSകാരന്റെ ആ കാര്യാലയത്തിൽ പോയി പറഞ്ഞാൽ മതി. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരിക്കൽ പറഞ്ഞാൽ പോലും അത് വിലപ്പോകില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. PK നവാസിനും MSFനും അവരുടെ രാഷ്ട്രീയ നിലപാടിനും ഐക്യത. അപ്പൊ എന്ത് മനസ്സിലായി? MSFന്റെ ഒരു നേതാവല്ല ഇത് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവല്ല.
ഞങ്ങളുടെ മുന്നണിയിലുള്ള UDFിലുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയാണ് ഇത് പറയുന്നത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തിയിട്ട് അതിന് എതിരിൽ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒരു ലീഗുകാരനോ MSFകാരനോ അല്ല പറയുന്നത്. കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള ന്യായങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന, നീതിക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അതാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. ഇത് വെറുതെ പറയല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലം അത്രയും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയില്ലാതെ PC ജോർജിനെയൊക്കെ ആദ്യം അകറ്റി നിർത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സംഘീ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. PC ജോർജിനൊക്കെ അങ്ങനെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു നേതാവ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പത്തരം മാറ്റിൻ്റെ തിളക്കമുണ്ട്. അത്രമാത്രം കൃത്യമായിട്ട് SFIൻ്റെ CPMൻ്റെ ഒക്കെ നിലപാടുകൾ, ഇപ്പോഴത്തെ സംഘീ നിലപാടുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇത് പറയുന്നത് ദാവൂദ് അല്ല. CPMൻ്റെ ഹിന്ദുത്വ അജണ്ട അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നത് ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ ഹിന്ദുത്വ അജണ്ട പറയുന്നത് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ്. ദാവൂദ് അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല. അപ്പം അത് SFIൻ്റെ നേതാക്കൾ മനസ്സിലാക്കുക. തിരുത്താൻ പറ്റുന്നതാണ്. ഈ തിരുത്തിയിട്ട് നല്ല രാഷ്ട്രീയം എന്ത് ചെയ്യുക? നിങ്ങൾ ക്യാമ്പസുകളിൽ കൊണ്ടുവരിക. നല്ല രാഷ്ട്രീയം, അതിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. SFI നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്നവരല്ല MSFകാരും ലീഗുകാരും ഒന്നും. CPM ഒന്നും നശിക്കണമെന്ന് വിചാരിക്കുന്നവരല്ല. നല്ല രാഷ്ട്രീയത്തിലൂടെ നിങ്ങൾ വരണം. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾക്ക് വിജയിച്ച് വോട്ട് നേടി നിങ്ങൾക്ക് സീറ്റ് നേടി നിങ്ങൾ അടുത്തൊരു 3ാം തവണ തിരഞ്ഞെടുത്ത് വരുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പരാജയപ്പെട്ടാൽ ഇനി വിജയിച്ചാലും അത് ജനാധിപത്യത്തിനൊപ്പം നിന്നിട്ടാവണം എന്നുള്ളതാണ് UDFനും ലീഗിനും കോൺഗ്രസിനൊക്കെ നിങ്ങളോട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് പറയുന്ന കാര്യം കേട്ടു നോക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പറഞ്ഞ കാര്യം പിറ്റേന്ന് അദ്ദേഹം തിരുത്താൻ കാരണഭൂതനായിട്ടുള്ളത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം അത് റെക്കോർഡഡ് ആണ്. അത് കഷ്ണം മുറിച്ച് കൊണ്ടുവന്ന സാധനമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ വന്നിട്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം അന്നേരം തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ വിവാദമാവുമെന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ള കാര്യം പറയുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം അത് പറയുന്നത് 17/6/2025 അതിന് RSS വർഗീയവാദികളാണല്ലോ. 1925 RSSുമായി ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? അല്ല, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല. അപ്പം എന്താണ് പറഞ്ഞു വന്നത്? എന്താ വെച്ചാണെങ്കിൽ RSS ആയിട്ട് അവർ ചേർന്നിരുന്നു. പറഞ്ഞതിലൊരു വിവാദം ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളത് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് തിരുത്തി പറയണം പിറ്റേന്ന്. അത് നമുക്ക് കേൾക്കാം. RSSുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPMനില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല. അതായത് RSSുമായിട്ട് CPMന് ഒരു ബന്ധവുമില്ല, അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല. അതിപ്പം സ്ഥിരമായിട്ട് CPM പറയുന്ന കാര്യമാണ്. എന്തെങ്കിലും അവനവൻ്റെ നേരെ തിരിച്ച് ബൂമറാങ് പോലെ വന്നു കഴിഞ്ഞാണെങ്കിൽ പറയും ആ ഒരു ബന്ധം അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല എന്ന് പറയും. ശരിക്കും RSSുമായിട്ട് CPMന് ബന്ധമുണ്ടെന്ന് അദ്ദേഹം തന്നെയല്ല അതിൻ്റെ തലേന്ന് പറഞ്ഞത്. തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു, തിരുത്തേണ്ടി വന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ RSSനോടുള്ള വിരോധം കൊണ്ടൊന്നല്ല, അതിനൊക്കെ കാരണങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കാരണങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ സമയാസമയങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇനി പറയേണ്ടി വന്നാൽ അതും നമ്മൾ പറയും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, MSFനെതിരെ നിങ്ങൾ വർഗീയത ആരോപിക്കുമ്പോൾ PK നവാസ് എന്ന MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത് നിങ്ങൾ ഈ സംഘപരിവാറിന് തളികയിൽ വെച്ച് കൊണ്ടു കൊടുക്കുന്നതാണ്. സംഘപരിവാറിന് നിങ്ങൾ തളികയിൽ വെച്ച് കൊണ്ടു കൊടുക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ശശികല പറഞ്ഞ കാര്യം. അത് നിങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ പോസ്റ്റുകൾ ആർഷോയും പിന്നെ സഞ്ജീവും മറ്റുള്ള ആളുകളൊക്കെ ഇട്ട് വിശകല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അത് സുവർണാവസരമായി കാണണ്ട, അങ്ങനെ ആക്കണ്ട. പക്ഷേ നിങ്ങളെ നാവിൻ്റെ തുമ്പത്ത് നിന്ന് വീണ വാക്കുകളാണ് അവർ പറഞ്ഞത്. അത് നിങ്ങളാണ് അതിനുള്ള അവസരം കൊടുത്തത്. നിങ്ങൾ അവസരം കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അങ്ങനെയല്ല എങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. MSF എന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന വിദ്യാർത്ഥി സംഘടന അത് തുടക്കം മുതൽ ഇന്ന് വരെ വർഗീയതയുമായിട്ട് യാതൊരുവിധ സന്ധിയും ചെയ്തിട്ടില്ല. സന്ധി ചെയ്തത്
SFI തന്നെയാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം തെളിവുകൾ നിരത്തിക്കൊണ്ട് സ്ക്രീൻഷോട്ടുകളും വീഡിയോകളുടെ ക്ലിപ്പുകളും അടക്കം നിരത്തിക്കൊണ്ടിട്ട് PK നവാസ് എന്ന സംസ്ഥാന MSF പ്രസിഡന്റ് 43 മിനിറ്റുള്ള ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പോയി കാണണമെങ്കിൽ കാണാം, എന്നിട്ട് ആ തെറ്റുകളൊക്കെ നിങ്ങൾ തിരുത്തുക. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, SFIക്കാരോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തെറ്റിദ്ധാരണകൾ പരത്തി മറ്റു രാഷ്ട്രീയ സംഘടനകളെ, മറ്റു വിദ്യാർത്ഥി സംഘടനകളെ അത് സംഘപരിവാറിൻ്റെ ആലയത്തിലേക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് തളികയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ട ആളുകളല്ല നിങ്ങൾ. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SFI എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രാഷ്ട്രീയം പറഞ്ഞിട്ട്, നല്ല ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. അങ്ങനത്തെ നിങ്ങൾ അതല്ല ഹിന്ദുത്വ അജണ്ടയിലൂടെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റും, MSFനെ പോലെ അതുപോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളെ നിങ്ങൾക്ക് അകറ്റി നിർത്താൻ പറ്റും, അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ, അവരുടെ പേരിൽ വർഗീയത ആരോപിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ, ആ ഹിന്ദുത്വ അജണ്ടയെ ഞങ്ങൾ SFI എന്ന് വിളിക്കൂല. അവിടെ ഞങ്ങൾ സ്റ്റുഡൻസ് എന്നുള്ളിടത്ത് സംഘി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു പേര് നിങ്ങൾക്ക് ചാർത്തി തരും. ഞങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ കേരളത്തിലെ പൊതുജനങ്ങളായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുൻപിൽ കൂടിയാണ്. എന്തെങ്കിലും നിങ്ങൾ മീഡിയയിലൂടെ പറയും, പക്ഷെ അത് മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയാണ് പതിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ വിലയിരുത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയം, ഈ വിഷയം ഇവിടെ തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കാണാം. നന്ദി.